എല്ലാവർക്കും നമസ്കാരം. 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 നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ചയജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. നമസ്കാരം. നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേൾക്കാമോ? സൗണ്ട് കേൾക്കാമോ? ശരി. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. അങ്ങോട്ട് പോകുമ്പോ നമുക്ക് അത് എന്താ സംസാരിക്കുന്നവര് അല്ലാത്തവര് മൈക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കണേ. അപ്പൊ നമ്മള് ദൈവജ്ഞന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയുടെ അടുത്ത് ഒരാള് പ്രശ്നം അറിയാൻ വേണ്ടി വരുന്നത് അത് ചില നിമിത്തങ്ങൾ കൊണ്ടാണ്, ഈശ്വര പ്രേരണ കൊണ്ടിട്ടാണ്. അപ്പൊ അത് നമ്മള് ശാസ്ത്രത്തിൽ പറയുന്ന ഒരു പ്രമാണം സംപ്രേര്യമാണാസ്ത അവശ്യശരീരി പ്രസക്യദേവേന ശുഭാശുഭേന ജ്യോതിർവിദ സന്നിധിമേതി യസ്മാൽ പ്രശ്നം അപ്യതേ ജന്മസമ ഫലേഷു. അപ്പൊ അതായത് ഇതിൽ പറയുന്നത് സംപ്രേര്യമാണം, അതായത് അവശ്യ ശരീരനായ ഒരു മനുഷ്യൻ, സുഖദുഃഖങ്ങൾ കൊണ്ട് വളരെ ക്ലേശിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന്റെ നിയോഗത്താൽ പ്രേരിതനായിട്ട് പിന്നെ ഒരു ദൈവജ്ഞന്റെ അടുത്ത് വരികയും അപ്പോൾ വെക്കപ്പെടുന്ന പ്രശ്നം, അത് താമ്പൂലമാവാം, കബഡിയാവാം, ശംഖുജ്യോതിഷമാവാം, ഏതായാലും അപ്പോൾ വെക്കപ്പെടുന്ന പ്രശ്നം ജന്മസമ ഫലേഷു, ജാതകം പോലെ തന്നെ നമ്മുടെ ശുഭാശുഭങ്ങൾ അറിയാൻ ഈശ്വരൻ സഹായിക്കുന്ന ഒരു മാർഗമായിട്ടാണ് ഇതിൽ പറയുന്നത്. വേണമെങ്കിൽ 4 വരി സ്ഥലം വിട്ടിട്ട് നിങ്ങൾ ഇത് ഒന്ന് എഴുതി വെക്കുക. കാരണം ഇത് ഒരു പ്രമാണ ശ്ലോകമാണ്. കാരണം നോട്ടുകൾ നമുക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അന്നുള്ള നോട്ടുകൾ ഒന്ന് എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എടുത്തു വെച്ച് വായിക്കാൻ അത് എളുപ്പമായിരിക്കും. അപ്പം ഈ ശ്ലോകം നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം 4 വരി ഒന്ന് വിട്ടതിന് ശേഷം ഇതിന്റെ അർത്ഥം ഒന്ന് എഴുതി പോവുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. റെഡിയാണോ എല്ലാവരും എഴുതാൻ? പറഞ്ഞോളൂ. ശരി ശരി. അപ്പം ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവശനായ മനുഷ്യൻ, അതിപ്പോ ആണുങ്ങളും ആവാം പെണ്ണുങ്ങളും ആവാം, ആരും ആവാം. അവശനായ മനുഷ്യൻ, മനുഷ്യനെന്നോ മനുഷ്യർ എന്നോ എഴുതാം. അവശശരീരി എന്ന് പറയുമ്പോൾ അവശനായ മനുഷ്യർ, സുഖദുഃഖങ്ങൾ കൊണ്ട് ദൈവയോഗത്താൽ പ്രേരിതനായി
യാത് ഒന്നുകൊണ്ട് ബലമായി, ഏതൊന്നുകൊണ്ട് ബലമായി, അതായത് സുഖദുഃഖങ്ങൾ കൊണ്ട് ബലാൽ, അതായത് ഈശ്വര പ്രേരണയാൽ, അതാണ് ഏതൊന്നുകൊണ്ട് ബലമായി. സംപ്രേര്യമാണാസ്ത അവശ്യ ശരീരി. ബാക്കി എങ്ങനെ സാറേ? യാതൊന്നുകൊണ്ട് ബലമായി അതിനുശേഷം ജ്യോതിഷന്റെ സമീപം അല്ലെങ്കിൽ ജ്യോത്സ്യന്റെ സമീപം പ്രാപിക്കുന്നു അല്ലെങ്കിൽ എത്തപ്പെടുന്നു. ഇതുകൊണ്ട് അതായത് ദൈവയോഗത്താൽ ഒരു ജ്യോതിഷന്റെ അടുത്ത് എത്തപ്പെടുന്നത് കൊണ്ട്, അതാണ് ഇതുകൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് പ്രശ്നവും ഫലഭാഗത്തെ സംബന്ധിച്ച്, ഫലഭാഗത്തെ അതായത് ഫലം പറയുന്ന ഭാഗം, അതിനെ സംബന്ധിച്ച്, ഫലഭാഗത്തെ സംബന്ധിച്ച് ജാതകത്തിന് തുല്യമാണ്. ജാതകത്തിന് തുല്യമാണ്. അപ്പൊ ഇതാണ് ഈ 4 വരിയുടെ അർത്ഥം. അത് സാറ് നെറ്റ്വർക്കിന്റെ വിഷയമാണ്, അത് സാറ് ഇടും, അല്ലെങ്കിൽ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു പ്രമാണ ശ്ലോകം. ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. പദ്യം സംസ്കൃതം കാണാതെ പഠിച്ചില്ല എങ്കിലും അതിന്റെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാലും നമുക്ക് ഫലം പറയാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇത് ജ്യോതിഷനായാലും അപ്പൊ വരുന്നവര് പഠിക്കണമെന്നില്ല. ജ്യോതിഷികള് ആ ഒരു ദിവസം, അപ്പൊ നമ്മളെ കാണാൻ വരുന്ന ഒരാള് വരുന്ന ദിവസത്തെ പ്രത്യേകതകള് നമ്മള് നേരത്തെ പഠിച്ചു വെക്കണം. അപ്പൊ ഇന്ന ദിവസം ഇന്ന ആള് വന്ന്, ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ വന്ന് ചോദിച്ചാൽ അവരുടെ ഫലങ്ങൾ ശുഭമാണോ അശുഭമാണോ എന്ന് നമുക്ക് ഒരു നേരത്തെ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ അതൊക്കെ ഈ ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറയാം. എന്നാലും അതിന്റെ ഒരു ഓർഡർ ഇപ്പം പറഞ്ഞു തരാം. അപ്പൊ അതിൽ പറയുന്നത് തിതൗ ശുഭായാം ശുഭതേ അനുകൂലേ താരേ ദിനേ ഫാനുശുഭഗ്രഹാണാം പ്രാപ്തേപ്സിതം പ്രാവൃതദാനതുഷ്ടം ജ്യോതിർവിധം പ്രാതരൂപേത്തി പ്രത്യയാൻ. അതായത് ശുഭമായ തിഥിയില്, ശുഭവും അനുകൂലവുമായ നക്ഷത്രത്തില് നല്ല ദിവസം, പിന്നെ ഒരു ദക്ഷിണയോ അല്ലെങ്കിൽ കാഴ്ച ദ്രവ്യങ്ങളോ കൊടുത്ത് ജ്യോത്സ്യന്, നമ്മൾ സാധാരണ ഇപ്പം ജ്യോതിഷം നോക്കാൻ പോയി കഴിഞ്ഞാൽ ജ്യോതിഷ ഫലങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ദക്ഷിണ കൊടുക്കുന്നത്. പക്ഷെ ശാസ്ത്രം അങ്ങനെയല്ല പറയുന്നത്. ആദ്യമേ നമ്മളെ കൊണ്ട് കഴിയുന്ന ദക്ഷിണ കൊടുത്ത് പിന്നെ ജ്യോത്സ്യനെ സന്തോഷിപ്പിച്ചിട്ട് തന്റെ ഇഷ്ടം പറയണമെന്നാണ്, ആഗ്രഹം വന്ന ലക്ഷ്യം പറയുമ്പോൾ അതിന്റെ ശുഭാശുഭങ്ങൾ നോക്കി പറയണമെന്നാണ്. അപ്പം ജ്യോതിഷി അല്ലെങ്കിൽ ജ്യോതിഷനായി ഇരിക്കുന്ന ആള് കാശിന് ആർത്തി ഇല്ലാത്ത ആളായിരിക്കണമെന്നും അവരുടെ മനസ്സ് എപ്പോഴും ന്യൂട്രൽ അവസ്ഥയായിരിക്കണമെന്നാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഏതൊന്നുകൊണ്ടും ആ മനസ്സ് വിഷമിച്ചിരിക്കാൻ പാടില്ല. കാരണം ജ്യോത്സ്യൻ എന്താണോ അനുഭവിക്കുന്നത് ആ വരുന്ന ആളും അതൊക്കെ തന്നെയായിരിക്കും അനുഭവിക്കാനുള്ള സാധ്യത എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ എപ്പോഴും സ്വസ്ഥാന്തരാത്മാവായിട്ട് സ്ഥിതി ചെയ്യണമെന്നാണ്. അപ്പൊ ഇതില് നമ്മൾ പറയുന്ന തിഥി ശുഭമായ തിഥിയിൽ വരണമെന്നും ശുഭവും അനുകൂലവുമായ നക്ഷത്രത്തിൽ വരണമെന്നും പിന്നെ ആഴ്ചകളിൽ ഫലം പറയുന്നുണ്ട്. അപ്പം പാവവാരങ്ങളിൽ വരാൻ പാടില്ല എന്നല്ല, വന്നു കഴിഞ്ഞാൽ അത് ദോഷമായ ഫലത്തെ സൂചിപ്പിക്കുന്നു എന്നും
പിന്നെ ഈ പറഞ്ഞ പോലെ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ അതിന് വേറൊരു ഫലം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ശാസ്ത്രം നമ്മൾ വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ ഓരോ 1 by 1 ആയിട്ട് പഠിച്ചു തന്നെ പോകും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ രീതികളെന്ന് ഒന്നും കൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രശ്നം വന്നാൽ അത് വെറ്റില നമുക്ക് കുറച്ച് വെറ്റില കൊണ്ടുവന്നിട്ടായിരിക്കും നമ്മൾ വെറ്റില ജ്യോതിഷം ആണ് എന്ന് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണാൻ വരുന്നവർ കുറച്ച് വെറ്റിയുമായിട്ടേ വരത്തുള്ളൂ. അപ്പൊ ആ വെറ്റിലയ്ക്ക് ഒരു എണ്ണമുണ്ട്. താമ്പൂല സംഖ്യാം ദിഗണാം ശരഗ്നാം സൈകാം അരേൽ സപ്തവി എത്ര ശിഷ്ടേ സൂര്യാധികാനാം ഉദയെ അത്ര സ ലഗ്നരാശി എന്ന് പറയുന്ന പ്രമാണം അനുസരിച്ച് നമ്മൾ ആ താമ്പൂലത്തിന്റെ എണ്ണത്തെ ലഗ്നം കണ്ടിട്ട് ലഗ്നം എടുക്കും. അപ്പൊ ആ ലഗ്നം സൂര്യൻ മുതൽ ശനി വരെ ഗ്രഹങ്ങളായിരിക്കും അതിൽ കിട്ടുന്നത്. അപ്പം ഓരോന്ന് വന്നാൽ പിന്നെ ഓരോ ഫലങ്ങളാണ്. പിന്നെ താമ്പൂലം തരുന്ന സംഖ്യയ്ക്ക് ഫലമുണ്ട്. അപ്പം താമ്പൂലം ഏകം ദുഃഖായ, ദ്വിതീയം തു ധനക്ഷയം, തൃതീയം തു വിനാശായ, ചതുപഞ്ച് ശുഭാവക. അപ്പൊ എന്ന് പറയുന്ന ഒരു പ്രമാണ പ്രകാരം നമുക്ക് വെറ്റില തരുന്നതിന്റെ എണ്ണത്തിനും ഒരു ഫലമുണ്ട്. അപ്പൊ ഇതൊക്കെ ആ തരുന്ന വ്യക്തിക്ക് ഈ ഫലങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അവരെ ഞെട്ടിപ്പിക്കാൻ പറ്റും. നിങ്ങൾ വന്ന വിഷയങ്ങൾ ഇതല്ലേ, ഇതാണല്ലോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ വെറ്റിലയിൽ കാണുന്നത് പോലെ നമുക്ക് ആ ഫലങ്ങൾ പറവറ അല്ലെങ്കിൽ സ്പീഡിൽ പറയാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു ശാസ്ത്രമാണ് താമ്പൂല ജ്യോതിഷം അല്ലെങ്കിൽ വെറ്റില ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുന്ന ക്ലാസ്സിൽ അത് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, അതൊക്കെ എങ്ങനെ വിശദമായിട്ട് നമ്മൾ പഠിപ്പിക്കും. ഇപ്പൊ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാം ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആചാര്യം പറയുന്നത് ശുഭമായ തിഥിയിൽ വരണമെന്നാണ്. പിന്നെ പറയുന്നത് ചിലവർ നമ്മളെ പരീക്ഷിക്കാൻ വരുന്നവരുണ്ട്. അപ്പൊ ഇതിന് 2 തരം, സരളപൃച്ഛ എന്നും കപടപൃച്ഛ എന്നും പറഞ്ഞ 2 തരം പൃച്ഛാരീതികളുണ്ട്. അപ്പൊ സരളപൃച്ഛ എന്ന് പറഞ്ഞാൽ ജെന്യൂനായിട്ട് ഒരാള് അവരുടെ കാര്യം അറിയണം എന്ന് കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ നല്ല ദക്ഷിണയുമായിട്ട് ഒരു ജ്യോതിഷിയെ സമീപിച്ച് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയും അതനുസരിച്ച് നമ്മൾ ഫലം പറയുകയും ചെയ്യുന്നതിനെ സരള പൃച്ഛ എന്ന് പറയും. അതായത് ജെന്യൂൻ ആണത്. പിന്നെ കപടപൃച്ഛ എന്ന് പറഞ്ഞിട്ട് വേറൊരു പൃച്ഛാരീതിയുണ്ട്. അത് കപടപൃച്ഛ എന്ന് പറയുമ്പോൾ നമ്മളെ പറ്റിക്കാൻ വരുന്നവരായിരിക്കും. നമ്മളെ അളക്കാന്ന് പറഞ്ഞാൽ അവന് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അവന് കഴിവുള്ളവനാണോ, ശാസ്ത്രം അറിയുന്നവനാണോ, പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ പറഞ്ഞ പോലെ അളക്കാൻ, അതായത് നമുക്ക് എത്രത്തോളം അറിവുണ്ട് എന്നൊക്കെ അറിയാൻ വരുന്നവരും, പിന്നെ അവൻ കള്ളനാണ് അല്ലെങ്കിൽ അവനൊന്നും അറിയില്ല എന്നൊക്കെ പറയാൻ പിന്നെ മനഃപൂർവ്വം കച്ചകെട്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിനെ കപടപൃച്ഛ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഒരു ജ്യോത്സ്യന് നിത്യം പഞ്ചാംഗങ്ങൾ നോക്കുന്ന ഒരാളിന് ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് സരളപൃച്ഛ എന്ന് പറയുന്നത് ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുക, ബുധൻ ശുക്രൻ വ്യാഴം ഈ ഗ്രഹങ്ങളിൽ ലഗ്നത്തെ നോക്കുക, അല്ലെങ്കിൽ വ്യാഴമോ ബുധനോ 7ാം ഭാവാധിപന്റെ ശത്രുവായിരിക്കുകയും 7ാം ഭാവാധിപനെ നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുന്ന യോഗങ്ങളിൽ നല്ല പൃച്ഛകയാണ്. അല്ലെങ്കിൽ 7 എന്ന് പറയുമ്പം വരുന്നവൻ, ആഗമനം പിന്നെ വരുന്ന ആളാണ്. അപ്പം വരുന്ന ആള് ഈ പറഞ്ഞ പോലെ ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗം, കേന്ദ്രത്തിലെ ശുഭഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജെന്യൂനായിട്ടുള്ള നല്ലൊരു പ്രശ്നമാണെന്നും, ഇനി കപട പ്രശ്നമാണെങ്കിൽ ലഗ്നത്തിൽ ചന്ദ്രനും കേന്ദ്രത്തിൽ ശനിയും ഉണ്ടാവുക, ബുധൻ അന്ന് മൗഢ്യം ഉണ്ടാകുക, ഇങ്ങനെ ഒരു യോഗം. പിന്നെ രണ്ടാമത്തെ ഒരു യോഗം ചൊവ്വയും ബുധനും ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ നോക്കുക. അപ്പൊ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുകയും ആ ചന്ദ്രനെ ചൊവ്വയും ബുധനും നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം ഒരു കപട പ്രശ്നം അല്ലെങ്കിൽ ഒരാൾ നമ്മളെ അളക്കാനോ നമുക്ക് നമ്മളോട് വഴക്ക് കൂടാനോ നമ്മളെ അവമാനിക്കാനോ വരുവാനുള്ള യോഗമുണ്ടെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കി വെക്കാൻ പറ്റും. അപ്പൊ ഇതാണ് സരളപൃച്ഛ അല്ലെങ്കിൽ കപടപൃച്ഛ എന്ന് പറയുന്ന 2 പ്രശ്നമാർക്ക രീതികൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരത്തെ നമ്മുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ട് അന്നത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ നേരത്തെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞേല്. സാറേ ഒന്നുകൂടെ പറഞ്ഞ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, അത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാം. അത് കപടപൃച്ഛയാണ്. കപടപൃച്ഛ എന്ന് പറയുമ്പോൾ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ദിവസമായിരിക്കും, അല്ലെങ്കിൽ ആരുടെ ഉദിക്കുന്ന സമയമായിരിക്കും. അതിന്റെ കേന്ദ്രത്തില് ശനി ഉണ്ടാവണം, അന്ന് ബുധന് മൗഢ്യം ഉണ്ടാവണം. അപ്പൊ ഇത്രയും യോഗം ഒത്തു വന്ന ഒരു ദിവസം വരികയാണെങ്കിൽ അങ്ങനെ ഒരാള് നമ്മളെ ഈ പറഞ്ഞ പോലെ ചീത്ത വിളിക്കാൻ വരും എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു യോഗം ചൊവ്വയും ബുധനും ലഗ്നത്തിൽ നിൽക്കുകയും ചന്ദ്രനെ നോക്കുകയും ചെയ്യും. ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വയും ബുധനും നോക്കണം. അപ്പൊ ഇങ്ങനെ ഒരു യോഗം വന്നാലും ഇങ്ങനെ ഒരു വിഷയം അന്നത്തെ ദിവസം ഉണ്ടാവാം. വേറെ എന്തെങ്കിലും ലോകങ്ങളൊക്കെ തരുമോ സാറേ?
ശ്ലോകങ്ങളൊക്കെ പുസ്തകങ്ങൾ വല്ലതും ഉണ്ടോ? അതോ നമ്മൾ എഴുതിയെടുക്കാൻ ടൈം ഇതിനകത്ത് നമുക്ക് എല്ലാം കൂടെ കിട്ടൂലല്ലോ? നമുക്ക് നോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അടുത്ത ക്ലാസ്സുകളിലോട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് ടൈപ്പ് ചെയ്താ തരുന്നേ, പിന്നെ PDF ആയിട്ട്. PDF ആയിട്ട് തരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ശ്ലോകങ്ങളൊക്കെ അതിൽ വരുമല്ലോ അല്ലേ സാറേ? കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അത്യാവശ്യം വേണ്ടതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ ഇപ്പം പറഞ്ഞതിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കടക്കാം. സരള പ്രശ്നത്തിന്റെ കോമ്പിനേഷൻ എന്തായിരുന്നു പറഞ്ഞു സാറേ? 7-ാം ഭാവം. സരള പ്രശ്നം എന്ന് പറയുമ്പോൾ ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങൾ നോക്കുക. ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങൾ. പിന്നെ ബുധൻ, ശുക്രൻ, വ്യാഴം, ഇത് ലഗ്നത്തെ നോക്കിയാലും മതി. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് നോക്കണമെന്നില്ല. ഒരു ശുഭഗ്രഹം ഉണ്ടെങ്കിൽ ലഗ്നത്തെ നോക്കുക, ലഗ്നാധിപനെ നോക്കുക, അങ്ങനെ ആയാലും മതി. ഓക്കെ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ജെന്യൂൻ ആയിട്ടുള്ള പ്രശ്നമാണ്. വേറെ ദോഷങ്ങളൊന്നുമില്ല. ആത്മാർത്ഥമായിട്ടാണ് അവര് കാര്യങ്ങൾ ചോദിക്കുന്നതെന്നും. അല്ല എങ്കിൽ നമ്മളെ അളക്കാൻ, അതായത് നമുക്ക് എത്ര അറിവുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മോശമാക്കി കാണിക്കാനോ ഒക്കെ ഒരു സാധ്യത ഉള്ള ഒരു ദിവസമായിരിക്കും ഈ കപട പൃച്ഛ എന്ന് പറയുന്ന ആ ഒരു യോഗമുള്ള ദിവസം വരുന്നത്. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ പോലെ ആചാര്യം പറയുന്നത് ശുഭമായ തിഥിയിൽ വരുന്നത് അവര് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ യോഗം അല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്നാണ് ശുഭമായ തിഥി. അപ്പൊ ശുഭമായ തിഥി ഏതൊക്കെ? നമ്മൾ പഞ്ചാംഗം ഒക്കെ ഈ പറഞ്ഞ പോലെ കയ്യിലുണ്ടെങ്കിൽ അതിൽ തിഥി, വാരം, നക്ഷത്രം, കരണം, നിത്യയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചാംഗം ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് തുടക്കത്തിൽ ഉള്ളവർക്ക് അതൊന്നും മനസ്സിലായില്ലെങ്കിലും നമ്മൾ പഞ്ചാംഗം വെച്ച് അത് പഠിപ്പിച്ചു തരുന്നതാണ്. എന്നിരുന്നാലും തിഥി എന്ന് പറയുന്നത് ചന്ദ്രമാസത്തിന്റെ 2 ദളങ്ങളാണ്. അതായത് കറുത്തപക്ഷമെന്നും ശുക്ലപക്ഷമെന്നും അല്ലെങ്കിൽ വെളുത്തപക്ഷമെന്നും കറുത്തപക്ഷമെന്നും 2 പക്ഷങ്ങളുണ്ട്. അത് കുറച്ചൊക്കെ നേരത്തെ ജ്യോതിഷം പഠിച്ചവർക്ക് മനസ്സിലാവും. ഒന്നും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടെ പറയുന്നത്. കാരണം നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ശുക്ലപക്ഷത്തിന്റെ പ്രഥമ തുടങ്ങി പൗർണമി വരെ അല്ലെങ്കിൽ വെളുത്തവാവ് വരെ പിന്നെ വെളുത്തപക്ഷമെന്നും, തുടർന്ന് കൃഷ്ണപക്ഷ പ്രഥമം തുടങ്ങി അമാവാസി വരെ ഈ പറഞ്ഞ പോലെ കറുത്തപക്ഷമെന്നും, അങ്ങനെ 30 തിഥികളാണ് നമുക്ക് ഉള്ളത്. ഏകദേശം 12 ഡിഗ്രിയാണ് ഒരു തിഥിക്ക് വരുന്നത്. അപ്പൊ തിഥി ശുഭമായിരുന്നാൽ, അപ്പൊ ശുഭതിഥികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരും. ശുഭമായ തിഥി ദിവസമാണ് നമ്മൾ അന്വേഷിച്ച ഒരു ആള് വരികയാണെങ്കിൽ അവര് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തിഥിച്ച സ്ത്രീ അപ്നോതി, സ്ത്രീ ഉണ്ടാവുന്നതാണ്, അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ്. പൂരിശ്രീ വിഭവ, വളരെ അഭിവൃദ്ധികൾ ഉണ്ടാവും. തിഥി നന്നായ ദിവസമാണ് പൃച്ഛ വന്നുവെങ്കിലും. തിഥി ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും പ്രതീകമാണ് തിഥി നല്ല തിഥിയാണെങ്കിലും. തിഥി നന്നല്ലെങ്കിൽ ഐശ്വര്യക്ഷയത്തിന്റെയും നാശത്തിന്റെയും സൂചനയാണ്. അപ്പം അശുഭമായ ഒരു തിഥിയിലാണ് നമുക്ക് ഒരാൾ വന്ന് അവരുടെ ഒരു കാര്യം ചോദിക്കുന്നെങ്കിൽ അത് ഐശ്വര്യം വർദ്ധിക്കുന്ന കാര്യമാണെങ്കിൽ അവരല്ലെങ്കിൽ അഭിവൃദ്ധി, ഒരു ഷോപ്പ് തുടങ്ങുന്നു അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നു, അവരൊരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനാണ് വന്നത്. പക്ഷെ അന്നത് തിഥി മോശമാണെങ്കിൽ ആ യാത്ര കൊണ്ട് അവർക്ക് തടസ്സമുണ്ടാവുമെന്നും വിചാരിക്കുന്നത് പോലെ നല്ല ഫലങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ട്രേഡിന്റെ ഒക്കെ സമയമാണല്ലോ. ഒരാൾ വന്നിട്ട് ഞാൻ ഇന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്നു, ഞാൻ കാശ് മുടക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ശുഭാശുഭങ്ങൾ പറയാൻ തന്നെ ആദ്യം തിഥി തന്നെ നമ്മൾ നോക്കാം. തിഥി ശുഭമായ തിഥി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് അതുകൊണ്ട് അഭിവൃദ്ധി വരുമെന്നാണ്. പക്ഷെ തിഥി മോശമാണെങ്കിൽ നമുക്ക് അതിന്റെ സൂചനകൾ കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ ഈ പറഞ്ഞ പോലെ പക്ഷങ്ങളെ 2 തരത്തിൽ പറയും, ശുക്ലപക്ഷമെന്നും കൃഷ്ണപക്ഷമെന്നും. അപ്പൊ ശുക്ലപക്ഷം വെളുത്തപക്ഷത്തിന് ദേവതാ സൂചകമായ അല്ലെങ്കിൽ വിഷ്ണുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ കൃഷ്ണപക്ഷത്തെ പിതൃസൂചകമെന്നും ശൈവ സംബന്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല പക്ഷമെന്നും ഇത് കൃഷ്ണപക്ഷത്തെ പറയുന്നുണ്ട്. പിന്നെ ഈ പക്ഷങ്ങൾക്ക് വളരെ പ്രധാനം ചന്ദ്രന്റെ ബലമാണ്. ചന്ദ്രൻ ബലവാനാണെങ്കിൽ മാത്രമേ ആ പക്ഷം കൊണ്ടുള്ള ഗുണം ഉണ്ടാവത്തുള്ളൂ. അതായത് പറയുന്നത് കാലമാകുന്ന വൃക്ഷം എന്നാണ് ചന്ദ്രനെ പറയുന്നത്. അപ്പം ചന്ദ്രനെ സൂചിപ്പിക്കുന്ന കാലമാകുന്ന വൃക്ഷത്തിന്റെ ചുവട്, അതായത് വേര് ഓടുന്ന ഭാഗം ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളെല്ലാം അതിന്റെ മരത്തിന്റെ വൃക്ഷാദികളാണ്, ശാഖാദികളാണ്. അപ്പം അതിന്റെ വേരെന്ന് പറയുന്ന ചന്ദ്രനും അതിന്റെ ശാഖകളാണ് മറ്റ് ഗ്രഹങ്ങളായിട്ട് സങ്കല്പിക്കുന്നത്.
അപ്പം വൃക്ഷത്തിന്റെ ഈ വേര് ഉറപ്പുണ്ടായിരുന്നാൽ അല്ലെങ്കിൽ നല്ല ബലമുണ്ടായിരുന്നാൽ മാത്രമേ ആ ശാഖകൾക്കും ആ മരത്തിന് തന്നെയും പിന്നെ നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ചന്ദ്രനെ കൊണ്ട് തായ് വഴിയെ ചിന്തിക്കുന്നത്. ഇപ്പം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ അവരുടെ പാരമ്പര്യം വളരെ സ്ട്രോങ് ആയിരുന്നുവെന്നും അഭിവൃദ്ധിയിലോട്ട് വന്നവരായിരുന്നു എന്നൊക്കെ നമുക്ക് ചന്ദ്രന്റെ ബലാബലങ്ങൾ അനുസരിച്ചിട്ട് അവരെ തായ് വേരുകൾ നമ്മൾ തപ്പി ഇറങ്ങുമ്പോൾ ആ ചന്ദ്രനെയാണ് നമ്മൾ അവിടെ പ്രാധാന്യത്തോടെ എടുക്കേണ്ടത്. ഇവിടെ ബ്രഹ്മാവിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ബ്രഹ്മാവ് ഈ പറഞ്ഞ പോലെ ചന്ദ്രനെ, പക്ഷബലമുള്ള ചന്ദ്രനെയും ഒരു തട്ടിൽ വെക്കുകയും മറ്റ് ഗ്രഹങ്ങളെല്ലാം ഒരു തട്ടിൽ വെക്കുകയും ചെയ്യും, മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ പക്ഷബലമുള്ള ചന്ദ്രന്റെ തട്ടാണ് എപ്പോഴും ഉയർന്നിരിക്കുന്നത് അല്ലെങ്കിൽ താഴ്ന്നിരിക്കുന്നത്. മറ്റെല്ലാം ഈ ചന്ദ്രന്റെ ഈ പക്ഷബലമുള്ള ചന്ദ്രന്റെ മുന്നിൽ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു വൃക്ഷത്തിന്റെ തന്നെ എടുക്കുമ്പോൾ അതിന്റെ വേര് അഴുകി പോയി കഴിഞ്ഞാൽ മറ്റ് വൃക്ഷങ്ങൾ മറ്റ് ശാഖകൾ എത്ര സ്ട്രോങ് ആയാലും അത് വാടി വേരിന് തായ് വേരിന് ബലമില്ല എന്ന് പറഞ്ഞ പോലെ ചന്ദ്രന് ബലം ഉണ്ടെങ്കിൽ ആ ജാതകത്തിന് വളരെ അഭിവൃദ്ധികളും ഗുണങ്ങളും കിട്ടുമെന്നാണ് ശാസ്ത്രം പറയുന്നത്, ചന്ദ്രന്റെ ബലം പറയുന്നത്. പിന്നെ നമ്മൾ തിഥിയിലോട്ടൊക്കെ വരികയാണെങ്കിൽ തിഥികളെ പ്രധാനമായിട്ട് 5ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. നന്ദ, ഭദ്ര, ജയ, രിക്ത, പൂർണ്ണ എന്ന് പറഞ്ഞ് 5 ടൈപ്പായിട്ട് നമുക്ക് തിഥികളെ പിന്നെ തിരിച്ച് ഫലം പറയുന്ന രീതിയുണ്ട്. അപ്പൊ നന്ദ എന്ന് പറയുന്നത് പ്രഥമ, ഷഷ്ടി, ഏകാദശി ഈ തിഥികളെ നന്ദാതിഥികളെന്നും പിന്നെ ദ്വിതീയ, സപ്തമി, ദ്വാദശിയെ ഭദ്രാതിഥികളെന്നും തൃതീയ, അഷ്ടമി, ത്രയോദശിയെ ജയാതിഥികളെന്നും ചതുർത്ഥി, നവമി, ചതുർദശി രിക്താതിഥികളെന്നും പൂർണ്ണമായ തിഥികൾ എന്ന് പറഞ്ഞാൽ പഞ്ചമി, ദശമി, വാവ്. അപ്പൊ ഇതില് നന്ദാതിഥികള് ഈ പ്രഥമ, ഷഷ്ടി, ഏകാദശി എല്ലാ കാര്യങ്ങൾക്കും എടുക്കാം, ശുഭകരമാണ്. അന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അഭിവൃദ്ധികരമാണ്, അവർക്ക് ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. പിന്നെ ഭദ്ര എന്ന് പറയുന്ന തിഥി ദ്വിതീയ, സപ്തമി, ദ്വാദശി. അപ്പൊ ഇതിനെ ഒരു ഇത് പറയുന്ന തീപന്തം എന്ന് പറയുന്ന തിഥിയെ ഉപമിക്കുന്നത്. അതായത് അഗ്നിബാധ ഉണ്ടാവാനുള്ള സാധ്യത ഈ ഭദ്രാതിഥിക്ക് ഉണ്ട്. അപ്പൊ പണ്ടുള്ളവര് ഈ പണ്ടത്തെ ഓലമേഞ്ഞ വീടുകളാണല്ലോ പണ്ട്. അപ്പൊ ഓല മേയാനുള്ള ദിവസം ചിലവർ ഓലകെട്ടിനുള്ള ദിവസം എടുക്കും. അപ്പൊ ഈ ഭദ്രാതിഥികൾ വരുന്ന ദിവസം ആ ഓലകെട്ട് ആ വീട്ടിൽ നടത്തില്ല. കാരണം ആ വീടിന് അഗ്നി ബന്ധം ഉണ്ടാവാനും പെട്ടെന്ന് കത്തിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പറയും. അപ്പൊ ഇത് നമുക്ക് ദേവപ്രശ്ന വിഷയങ്ങളിൽ നമ്മൾ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ആ ദിവസം ഭദ്രാതിഥി ആണെങ്കിൽ ആ ക്ഷേത്രത്തില് ഈ പറഞ്ഞ പോലെ അഗ്നിബാധ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് ഭദ്രാതിഥിയെ വെച്ചിട്ടാണ് അവർ പറയുന്നത്. പിന്നെ ദേവത അതിന് ഭദ്രകാളിയാണ് ഭദ്രാതിഥിയുടെ ദേവത. പിന്നെ പറയുന്ന ജയാതിഥി. ജയാതിഥി എന്ന് പറയുമ്പോൾ തൃതീയ, അഷ്ടമി, ത്രയോദശിയാണ് ജയാതിഥി എന്ന് പറയുന്നത്. അത് കാര്യസാധ്യവും വിജയവും കൊടുക്കുന്ന തിഥിയാണ്. അതും ശുഭകരമായ കാര്യങ്ങൾക്കെല്ലാം അത് എടുക്കുന്നുണ്ട്. പിന്നെ രിക്താതിഥികൾ അത് ശൂന്യം, ഒഴിഞ്ഞത്, ഒന്നുമില്ലാത്ത തിഥികളാണ്. ചതുർത്ഥി, നവമി, ചതുർദശി ഈ ദിവസങ്ങളിലൊന്നും ഒരു ശുഭകർമ്മങ്ങൾ ആരും ചെയ്യാറില്ല. അങ്ങനെ ഒരാള് നമുക്ക് പ്രേക്ഷകനായിട്ട് വന്നാൽ തന്നെ ഈ രിക്താതിഥികളാണെങ്കിൽ അവരെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, അത് വലിയ ദോഷത്തിലോട്ട് കലാശിക്കും എന്നൊക്കെ പറയാം. സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ചെലവാക്കാൻ പോവുകയാണെങ്കിൽ രിക്താതിഥിയിലാണ് ആ പ്രശ്നം വന്നുവെങ്കിൽ അത് നഷ്ടമേ വരത്തുള്ളൂ, അതുകൊണ്ട് ഉയർച്ച വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ പൂർണ്ണാതിഥികള് പഞ്ചമി, ദശമി, വാവ്, കർത്തവാവുകാവും വെളുത്തവാവുകാവും ചന്ദ്രന്റെ പക്ഷബലമാണ് നോക്കേണ്ടത്. അപ്പൊ കർത്തവാവിന് ചന്ദ്രന് ബലം കുറഞ്ഞിരിക്കും. അപ്പൊ പൂർണ്ണാതിഥികളും ശുഭകരമായ കാര്യങ്ങൾക്ക് എടുക്കാം, വാവ് ഒഴിച്ച്. പഞ്ചമിയും ദശമിയൊക്കെ നല്ല കാര്യങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ തിഥികളെ അന്ധതിഥികള്, ഒറ്റക്കണ്ണ് തിഥികള്, ദ്വിനേത്രം, 2 നേത്രമുള്ള തിഥികളായിട്ടൊക്കെ തിരിച്ചിട്ട് കുറച്ചുകൂടെ വിശദീകരിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് ചർച്ച ചെയ്യാൻ പറ്റും. പിന്നെ താമ്പൂലം, ഒരു ആള് നമ്മളെ കയ്യിൽ ഒരു താമ്പൂലം കുറച്ച് വെറ്റില കൊണ്ടുവന്നിട്ട് അവരെ ഫലം പറയാൻ അല്ലെങ്കിൽ അവരെ ഫലം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ താമ്പൂലം എടുക്കേണ്ടത് പ്രാരഭ്യോപരി അധസ്യാത് ഗണന മികവു പൂർവാഗ്ന അർദ്ധയോ സ്യാലെന്നാണ്. അതായത് 12 മണിക്ക് മുമ്പാണ് എങ്കിൽ ഈ പറഞ്ഞ പോലെ താമ്പൂലം കൊണ്ടുവരുന്നതിനെ മേളിൽ നിന്ന് എണ്ണണമെന്നും 12 മണിക്ക് ശേഷമാണെങ്കിൽ അടിയിൽ നിന്ന് എണ്ണണമെന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പണമോ ഫലമോ താമ്പൂലത്തില് വെച്ചല്ല തരുന്നെങ്കിൽ അത് ഈ വളരെ അശുഭമെന്നാണ് പറയണത്. പിന്നെ കമിഴ്ത്തി തരിക, അതും ദോഷമാണ്. നമ്മളെ കയ്യിൽ തരുന്നതിനാണ് പറയുന്നത്.
പിന്നെ അതിന്റെ അഗ്രഭാഗം അല്ലെങ്കിൽ തുമ്പ് ഭാഗം പടിഞ്ഞാറ് ഭാഗമാക്കാൻ പാടില്ല, കിഴക്ക് ഭാഗമാക്കി തന്നെ തരണം. അതായത് സൂര്യൻ ഉദിക്കുന്ന ഭാഗത്ത് തുമ്പ് വരണമെന്നാണ്. അപ്പൊ അങ്ങനെ തരുന്നത് ശുഭവും അല്ലാതെ തരുന്നത് അശുഭവുമാണ്. പിന്നെ ഈ ചിലവര് ഈ പൊതിഞ്ഞു കൊണ്ടുവരും വെറ്റില, പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് അത് കെട്ടഴിക്കാതെ നമ്മൾ തരുന്നതും അത് അവർക്ക് ദോഷമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അധമമായി പോകും, ശുഭമായിരിക്കില്ല എന്നുള്ള ഫലം പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്കിൽ ചോദിക്കണം. പിന്നെ ഈ പറഞ്ഞ താമ്പൂല സംഖ്യയ്ക്ക് ഫലം പറയുന്നുണ്ട്. ചിലവര് ഒരു കെട്ട് വെറ്റ കൊണ്ടുവരുമെങ്കിലും നമ്മൾ വെറ്റില തരാൻ പറയുമ്പോൾ അവർ അതിൽ നിന്ന് ഒരു വെറ്റ എടുത്ത് തരാം, അല്ലെങ്കിൽ 2-3 വെറ്റ എടുക്കാം. അപ്പം വെറ്റിലേക്ക് ഓരോ വെറ്റിലേക്കും ഓരോ ഫലങ്ങളുണ്ട്. അപ്പൊ അത് താമ്പൂലം ഏകം ദുഃഖായ, തൃതീയം തൂ ധനക്ഷയം, തൃതീയം തൂ വിനാശായ, ചതുപഞ്ച് ശുഭാവകം. അതായത് താമ്പൂലം ഒരെണ്ണം എടുത്തു തരികയാണെങ്കിൽ അത് ദുഃഖഫലത്തെ സൂചിപ്പിക്കുന്നുവെന്നും, 2 വെറ്റയാണെങ്കിൽ ധനനാശത്തെ സൂചിപ്പിക്കുന്നെന്നും, 3 ആണെങ്കിൽ വിനാശം ഉണ്ടാവുമെന്നും, 4 5 അതിലധികമോ വെറ്റില തരികയാണെങ്കിൽ അതൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നും ഒരു ശുഭത്വം ഉണ്ടെന്നും നമുക്ക് ആ വെറ്റിലയുടെ ഫലം കൊണ്ട് തന്നെ പറയാൻ പറ്റും. പിന്നെ വെറ്റിലയുടെ നീളവും വീതിയെ കുറിച്ചൊക്കെ ഫലം പറയുന്നുണ്ട്. അങ്കുലദ്വയ സംയുക്തം ക്രസ്വ ദീർഘ ഷടങ്കുലം ദീർഘ ക്രസ്വ വിഹീനച്ച പത്രം ഭാവസ്യ പുഷ്ടിതം എന്നാണ്. അപ്പൊ 2 അങ്കുലം വീതിയും 6 അങ്കുലം നീളവും ഉള്ള വെറ്റിലയാണ് ഏറ്റവും ശുഭമെന്നും, ഇതിൽ കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞാൽ അത് അശുഭം, ആ ഭാവത്തിന്റെ പുഷ്ടിയെ ബാധിക്കുന്നു എന്നും പറയാം. അപ്പം നമുക്ക് ഓരോ ഭാവം കൊണ്ടും നമ്മൾ ഓരോ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പൊ ലഗ്നം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ വെറ്റില കൊണ്ട് ചിന്തിക്കുന്നത് ദേഹസ്യ സൗഷ്ഠവം സ്വസ്ത്യം സ്ഥിതിശ്രേയോ യശസ്സുഖം ജയോ വപുച്ച തൽസർവം ചിന്തനീയം വിലഗ്നത എന്ന് പറയുന്ന ആ ഭാവങ്ങൾക്ക് ഈ വെറ്റിലയുടെ നീളവും വീതിയൊക്കെ നമ്മൾ നോക്കി അതിന് വരുന്ന ദോഷങ്ങൾ, പുഴുക്കുത്ത്, വാട്ടം, കോട്ടം, കീറൽ, ഇതൊക്കെ നോക്കിയിട്ടാണ് അതിന്റെ ഫലങ്ങൾ നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയുന്നത്. പിന്നെ നെടുംതുമ്പ് കളഞ്ഞിട്ട്, അതായത് വെറ്റിലയുടെ നെടുംതുമ്പ് കളഞ്ഞിട്ട് വാമദക്ഷിണ കോണുകൾ, അതിന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുള്ള ചതുരമായിട്ട് വെറ്റില നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒത്തു വരികയാണെങ്കിൽ, അത് ചതുരമായിട്ട് ഒത്തു വരുന്ന തരത്തിൽ കോണുകൾ തുമ്പ് കളയുമ്പോൾ ഒരു കോണ് പോലെ കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ആഗ്രഹങ്ങളെ പിന്നെ വർദ്ധിപ്പിക്കും. നല്ല നല്ല ലക്ഷണമുള്ള വെറ്റില എന്നാണ് പറയുന്നത്. പിന്നെ തുമ്പ് വരണ്ട് ഇരിക്കുന്ന വെറ്റില കൊണ്ടുവരാം. അപ്പൊ നമ്മൾ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഒരു കെട്ട് വെറ്റിലയിൽ നമ്മൾ 12 ഭാവങ്ങളാണ് അതിൽ നിന്ന് എടുക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഭാവം, അല്ലെങ്കിൽ 5-ാമത്തെ വെറ്റിലയോ 6-ാമത്തെ വെറ്റിലയോ അതിന്റെ തുമ്പ് അഗ്രഭാഗം ഈ പറഞ്ഞ പോലെ വരണ്ടിരിക്കാം. അപ്പം രോഗപ്രശ്നത്തിലാണ് തരുന്നെങ്കിൽ അത് പിന്നെ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ പോലും ആ രോഗം വരാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. പിന്നെ താമ്പൂലഗ്രേ നിവസതിരമ, അപ്പം അവിടെ ഐശ്വര്യ ദേവതയുടെ ഒരു വാട്ടമാണ് അവിടെ കാണുന്നത്. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നമുക്ക് ആ ഒരു ലക്ഷണം കണ്ടു തന്നെ പറയാൻ പറ്റും. പിന്നെ ലക്ഷണം അല്ലാത്ത വെറ്റിലയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശാപകോപാദികൾ, മറ്റുള്ളവരുടെ ശാപങ്ങളോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളെയൊക്കെ നമുക്ക് ആ വെറ്റ കൊണ്ട് പറയാൻ പറ്റും. പിന്നെ ചിലർ തരുന്ന വെറ്റിലയിൽ ചിലന്തി വിലയോ ഒക്കെ ചിലപ്പോൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ ചിലവർ തരുന്നതിൽ മുടി കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ കയ്യിൽ തരുന്ന വെറ്റിലയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ആയുർ ദോഷം ഉണ്ടാവാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ആ കാര്യം നമ്മൾ കുറച്ചുകൂടെ മറ്റ് ഭാവങ്ങളെയൊക്കെ ചിന്തിച്ച് അവരുടെ ആയുസിന് ദോഷമുണ്ടോ എന്നുള്ളത് ലക്ഷണമാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ 8-ാമത്തെ വെറ്റിലേക്കൊക്കെ ഈ ദോഷം ഉണ്ടെങ്കിൽ അവർക്ക് ആയുർ ദോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങോട്ടുള്ള ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. എന്നിരുന്നാലും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ വെറ്റിലകൾക്ക് ഈ പറഞ്ഞ പോലെ ആണും പെണ്ണും ഒക്കെ ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ ശുക്ലപക്ഷത്തിൽ ജനിക്കുന്നതും പിന്നെ കൃഷ്ണപക്ഷത്തിൽ ജനിക്കുന്ന വെറ്റിലകളെ കണ്ടാൽ നമ്മൾ തിരിച്ചറിയുന്നതും അതിന്റെ ശുഭാശുഭങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആയുസിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ താമ്പൂലത്തിന്റെ ആരൂഢം എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ താമ്പൂലമേകം, താമ്പൂലത്തിന്റെ ശിഷ്ടസംഖ്യ 1 വന്നാൽ അത് ആദിത്യനാണ്. അപ്പൊ ആദിത്യം വന്നു കഴിഞ്ഞാൽ ദുഃഖമാണ് ഫലം. അപ്പൊ അത് 2 വന്നാൽ ചന്ദ്രനാണ്. ചന്ദ്രൻ സുഖകൃത് ശശാങ്ക, സുഖത്തെ കൊടുക്കുന്ന ആളാണ് ചന്ദ്രൻ. അപ്പം താമ്പൂലഗ്രഹം 2ആയിട്ട് വരികയും അത് 2ആയിട്ട് വന്നാൽ ചന്ദ്രനെ കൊണ്ടുള്ള ഫലം അത് സുഖകൃത്ത്, സുഖത്തെ കൊടുക്കുന്ന ആളാണ്. ഇനി ചൊവ്വ ആരുടാധിപനായിട്ട് വന്നാൽ കലഹകൃത്ത്, കലഹങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മള് ഈ വരുന്ന വ്യക്തി വേറൊരാളുമായിട്ട് കലഹമുണ്ടാവുകയോ, അപ്പൊ ഭൂമി കാരകനായ ചൊവ്വയുടെ വിഷയമായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ ദോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കലഹത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഈ ആരുടാധിപതി ചൊവ്വയായാൽ.
പിന്നെ ഈ പറഞ്ഞ പോലെ അവർ വരുന്ന വഴിക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കലഹം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരെ കയ്യോ കാലോ തട്ടി മുറിയുകയോ അഗ്നി കൊണ്ടിട്ട് അവരെ കയ്യോ കാലോ പൊള്ളുകയൊക്കെ ചെയ്യുമെന്നാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവരുടെ അനുഭവത്തിൽ വരികയും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ നമ്മളിലുള്ള വിശ്വാസം അവർക്ക് കൂടാനൊക്കെ ഈ സഹായിക്കും. ഈ പറഞ്ഞ ഈ സൂക്ഷ്മ ഫലങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചിരുന്നു. പിന്നെ താമ്പൂലഗ്രഹം ബുധനോ വ്യാഴോ ആയാവുന്ന ധനപരമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ വന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ഉയർച്ച താഴ്ചകളും അതിന്റെ മാർഗങ്ങളും ലഭ്യതകളും അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് താമ്പൂലഗ്രഹം ബുധനോ വ്യാഴോ ആയാലും നമ്മളെ സമീപിച്ചതെന്ന് പറയാൻ പറ്റും. ശുക്രനാണെങ്കിൽ അഖില അഭിമതകൃത, നമ്മുടെ ആഗ്രഹം എന്താണോ അത് സാധിക്കുന്ന ഒരു ലക്ഷണമാണ് താമ്പൂലഗ്രഹം ശുക്രനായിട്ട് വന്നു കഴിഞ്ഞാൽ. പിന്നെ ശനി വന്നു കഴിഞ്ഞാൽ മരണായ മന്ദ. അപ്പം മരണദോഷങ്ങളെ സൂചിപ്പിക്കുന്നു. അടുത്ത കാലത്ത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മരണം നടന്നോന്നോ അല്ലെങ്കിൽ ഉടനെ നടക്കാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് ആരൂഢത്തിന്റെ ശുഭാശുഭങ്ങൾ വെച്ച് പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഞെട്ടിക്കുന്ന ഫലങ്ങൾ വരുന്നവർക്ക് പറയാനും അവരെ അത്ഭുതപ്പെടുത്താനും പറ്റുന്ന ഒരു ശാഖയാണ് താമ്പൂല ജ്യോതിഷം. ദേവപ്രശ്നത്തിലൊക്കെ ഇത് വളരെ അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കാൻ ഈ താമ്പൂല പ്രശ്നം കൂടെ ആഡ് ചെയ്താണ് അവർ ഫലങ്ങൾ ലാസ്റ്റ് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റ് ഒരുപാട് സമയം മറ്റ് ജ്യോതിഷ വിഷയങ്ങൾ പഠിച്ച് സമയം കളയിച്ചാലും അല്ലെങ്കിൽ ചിലർക്ക് മനസ്സിലാവാതെ തിരിച്ച് ഇതിനെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്നവർക്കൊക്കെ താമ്പൂലം നമുക്ക് വലുതായിട്ട് ഒരു 3 മാസം കൊണ്ട് തന്നെ അതിന്റെ ബേസിക്കും ഇതെങ്ങനെ പ്രയോഗിക്കണം, മറ്റുള്ളവർക്ക് എങ്ങനെ ഫലം പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ എങ്ങനെ ഇതിൽ നോക്കാൻ പറ്റും, നമുക്ക് വരാവുന്ന ദോഷങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതെല്ലാം നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഈ ക്ലാസ് ഒരു നഷ്ടമാവില്ല എന്നുള്ളത് ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ ഈ ആരൂഢ ഫലങ്ങൾ നമുക്ക് ഇപ്പം ഒരു ഗ്രഹത്തിനെ കിട്ടുക, ഇപ്പം ഉദാഹരണം നമ്മൾ താമ്പൂല ഗ്രഹം ആദിത്യനാവുന്നു. അപ്പം അത് നിൽക്കുന്ന രാശി മേടമാണെങ്കിൽ ആ മേടം രാശിയാണ് ആരൂഢം. അപ്പം ഓരോ രാശിയും 12 രാശികളുള്ളതിൽ ഓരോ രാശിയും ആരൂഢമായിട്ട് വന്നാൽ പറയേണ്ട ഫലങ്ങൾ എന്തൊക്കെയെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ മേടം വന്നു കഴിഞ്ഞാൽ കലഹം ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് താമ്പൂലാരൂഢം മേടം വന്നു കഴിഞ്ഞാൽ അവരൊരു കലഹ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നിജസ്ഥിതികൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ അവരുടെ ശത്രു ആരാണെന്നുള്ളത് മനസ്സിലാക്കാനോ അവരുടെ വീട്ടിൽ നിരന്തരമായിട്ട് കലഹം ഉണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് ഫലം പറയാൻ പറ്റും മേടം ആരൂഢമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇടവം രാശി ആരൂഢമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ധനവർദ്ധനവിനെ ഉണ്ടാവുന്നതാണ്. അപ്പൊ അവരുടെ തൊഴിലായാലും അവരുടെ ജീവിതത്തിന്റെ മാർഗങ്ങളായാലും അത് അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന രാശിയാണ് ഇടവം. അത് ധനവർദ്ധനവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മിഥുനം ആണെങ്കിൽ മൃഗഭീതി ഉണ്ടാവുന്നതാണ്. അപ്പൊ മിഥുനം രാശിയാണ് നമുക്ക് താമ്പൂലാരൂഢ ഗ്രഹമായിട്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് നാൽക്കാലികളിൽ നിന്ന് പിന്നെ ആപത്തുകൾ ഉണ്ടാവാനുള്ള സാധ്യത, അവരുടെ വീട്ടിൽ നാൽക്കാലികൾ ഉണ്ടെങ്കിൽ അതിന് രോഗാദി ദുരിതങ്ങൾ വരിക, അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട് വളർത്തുന്ന പെറ്റുകൾക്ക് പ്രശ്നങ്ങൾ വരിക, അത് കാണാതെ പോവുക, അതിന് അപകടം പറ്റുക. അപ്പൊ അങ്ങനെ മൃഗഭീതിയെ കുറിച്ച് പറയാം. നമുക്കോ ആ വീട്ടിലുള്ള നാൽക്കാലി അല്ലെങ്കിൽ അവര് വളർത്തുന്ന ജീവികൾക്കോ ഈ ആപത്തുകൾ പറയാം. അപ്പം മൃഗത്തെ കൊണ്ട് ഭീതി, ഒരു ആകുലത, പേടി വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുമില്ല, നമ്മൾ നടന്നു പോകുമ്പോൾ തെരുവിൽ കൂടെ പോകുന്ന ഒരു പട്ടി കടിക്കാൻ ഓട്ടിച്ചാലും മതി. അപ്പം മൃഗത്തെ കൊണ്ട് ഒരു ഭീതി ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു വിഷയമാണ് മിഥുനം രാശി ആരൂഢമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ. കർക്കിടകം ആണ് നമുക്ക് ആരൂഢ അധിപനായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ സുഖം, നമുക്ക് അഭിവൃദ്ധിയാണ് പറയുന്നത്, നല്ല ഫലമാണ് കർക്കിടകം കിട്ടിയാൽ. സിംഹം അല്ലെങ്കിൽ ചിങ്ങം രാശി ആരൂഢമായിട്ട് കിട്ടുകയാണെങ്കിൽ കണ്ണിനോ വയറിനോ രോഗം ഉണ്ടാവും അല്ലെങ്കിൽ രോഗപ്രശ്നമാണ്. നമുക്ക് നമ്മളെ മുന്നിലിരിക്കുന്ന ആള് അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം അറിയാനാണോ വന്നത് അവർക്ക് കണ്ണിനോ വയറിനോ അസുഖമുണ്ടെന്ന് നമുക്ക് ആദ്യമേ തന്നെ പറയാൻ പറ്റും, ചിങ്ങം രാശിയാണ് ആരൂഢം കിട്ടുകയാണെങ്കിൽ. കന്നിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശുഭമാണ്. അവർ വിചാരിച്ച കാര്യത്തിന് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് അത് ശുഭമായി പര്യവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. തുലാം രാശിയാണ് കിട്ടുന്നെങ്കിലും പിന്നെ ഗുണവും സൽകീർത്തികളെയും പറയാൻ പറ്റുന്ന രാശിയാണ് തുലാം രാശി. പിന്നെ വൃശ്ചികം രാശിയാണ് ആരൂഢം കിട്ടുകയാണെങ്കിൽ അത് ശത്രുവർദ്ധനവിനെ ഉണ്ടാക്കുന്നതാണ്.
അപ്പോൾ അടുത്ത വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലി സ്ഥലത്തോ ശത്രു ദോഷമുണ്ടെന്നും ശത്രുക്കളുടെ പിന്നെ ആഭിചാരാദി ദോഷങ്ങൾ ഏറ്റിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് വൃശ്ചിക രാശി കിട്ടിയാൽ തന്നെ നമുക്ക് സൂചനകൾ കിട്ടും. അപ്പൊ അതനുസരിച്ച് ബാക്കി ഭാവങ്ങളോടെ നമുക്ക് ചിന്തിച്ച് കറക്റ്റായിട്ട് നമുക്ക് ആ ഫലം പറയുന്ന രീതിയിലോട്ട് അല്ലെങ്കിൽ അവരെ നമുക്ക് പറഞ്ഞ് പിന്നെ അവരെ വിശ്വസിക്കുന്ന തരത്തിൽ ഈ ഫലങ്ങൾ പറയാൻ നമുക്ക് പറ്റും. അങ്ങനെ ഈ രാശിയിൽ നിന്ന് തരുന്ന സൂചനകളും നമ്മൾ ആ പിന്നെ തിഥിയിൽ നിന്ന് കിട്ടുന്ന സൂചനകളും അപ്പൊ ഇതെല്ലാം ഒത്തുവെച്ചിട്ട് നമുക്ക് അവർക്ക് പെട്ടെന്ന് ഫലങ്ങൾ പറഞ്ഞ് അവരെ ഞെട്ടിപ്പിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് നമുക്ക് താമ്പൂലം എന്ന് പറയുന്നത്. പിന്നെ ചാപം, ധനുരാശിയാണ് ആരൂഢം കിട്ടുകയാണെങ്കിൽ ആത്മസുഖം. അപ്പൊ അവര് ആത്മീയ സുഖങ്ങൾക്ക് പിന്നെ ശ്രമിക്കുന്നവരും അതിന്റെ ഈ യോഗം യോഗാഭ്യാസങ്ങള് ഉപാസനകള് ഇതൊക്കെ ചെയ്യുന്നവരും അതിന്റെ ശുഭാശുഭങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ആത്മസുഖത്തിനുള്ള വഴി തേടുന്നവരും ആയിരിക്കും നമുക്ക് ആരൂഢം ധനുരാശി കിട്ടിയാൽ നമ്മൾ പറയേണ്ടത്. പിന്നെ മകരം എന്ന് പറഞ്ഞാൽ പദനാശനമാണ്. അതായത് ഒരുപാട് അലച്ചിലുകൾ ഉണ്ടായാലും ഒരു കാര്യവും നടക്കൂല എന്നാണ് മകരം രാശി ആരൂഢമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അവര് വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ഒരു പ്രാവശ്യം പോകേണ്ട അടുത്ത് 10 പ്രാവശ്യം പോയാലും അവരെ കാര്യങ്ങൾ നടക്കില്ല അല്ലെങ്കിൽ നടക്കാൻ വളരെ താമസിക്കുമെന്ന് നമുക്ക് ഫലം പറയാൻ പറ്റും. കുംഭം രാശിയാണ് താമ്പൂല ആരൂഢമായിട്ട് കിട്ടുകയാണെങ്കിൽ മരണദോഷത്തെ പറയണമെന്നാണ്. അപ്പം നിങ്ങളെ കുടുംബത്തിലെ ഉടനെ ഒരു മരണം നടക്കുമെന്നോ നടന്നു വന്നോ അപ്പൊ നമുക്ക് ആ രാശിയുടെ ശുഭാശുഭങ്ങളൊക്കെ നോക്കിയിട്ട് നടന്നതാണോ നടക്കാൻ പോകുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ മരണദോഷങ്ങളെ സൂചിപ്പിക്കുന്നതാണ് കുംഭം രാശി. മീനം രാശിയാണെങ്കിൽ സന്തതി വർദ്ധനവാണ്. അപ്പം ആ വീട്ടിൽ പുതിയൊരു അംഗം വരാൻ പോകുന്നെന്നോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളടുത്ത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആള് ഗർഭിണിയാണെന്നോ ഒക്കെ നമുക്ക് പറഞ്ഞ് അവരെ നമുക്ക് അത്ഭുതപ്പെടുത്താൻ പറ്റും. അപ്പൊ മീനം രാശി കിട്ടിക്കഴിഞ്ഞാൽ സന്തതി വർധനവ്, അപ്പൊ സന്തതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് അവര് പ്രധാനമായിട്ട് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് തരുന്ന താമ്പൂലത്തിന്റെ പിന്നെ ലക്ഷണങ്ങൾ പറയുന്ന രീതി പറയുന്നുണ്ട്. വെറ്റില ചിന്ന ഭിന്നമായിരുന്നാല് അല്ലെങ്കിൽ പൊട്ടല് കീറല് ഇതുപോലുള്ള ദോഷങ്ങൾ ആ വെറ്റിലേക്ക് ഉണ്ടെങ്കിൽ അവർ ധനസംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് വലിയ ശത്രുത നേരിടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്ത വീട്ടിൽ താമസിക്കുന്നവരുടെ പ്രദേശവാസികളുടെ വിരോധം ഈ പറഞ്ഞ പോലെ ഇവർക്ക് അനുഭവിക്കുന്ന ഒരു യോഗമാണ് ആ വെറ്റിലയിൽ പൊട്ടലോ കീറലോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അതിന് ചിന്നേ താമ്പൂല പത്രേ ധന വിഭവകൃതോ വൈരബന്ധോ ബലിയാൻ എന്നൊക്കെ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് 1 by 1 ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഇതിൽ നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം ദേവപ്രശ്നത്തില് പിന്നെ ദേവതകളുടെ മൂലബിംബത്തില് അശുദ്ധി ഈ താമ്പൂലം ദോഷമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ പൊട്ടലും മൂലബിംബത്തിനുള്ള പൊട്ടലുകൾ പറയാൻ പറ്റും, ജീർണത പറയാൻ പറ്റും. ഈ കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ പോലെ ദേവത കോപിച്ചിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. പ്രദേശവാസികളായ ജനങ്ങൾക്ക് പല വിധത്തിലുള്ള അരിഷ്ടതകൾ മനോദുഃഖങ്ങളൊക്കെ ആ ക്ഷേത്രത്തിന്റെ ജീർണത കൊണ്ട് അനുഭവിക്കുന്നു എന്നൊക്കെ പറയാം. ദേവപ്രശ്നത്തിന്റെ വിഷയത്തിൽ ആ വെറ്റിലേക്ക് പോട്ടലും ചീറ്റലും വന്നു കഴിഞ്ഞാലുള്ള ഫല പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് ഓരോ ക്ലാസ്സിലും നോട്ടായിട്ട് തന്നെ പറയും. പിന്നെ കീറലുള്ള ദളം, അതായത് ഒരു വെറ്റിലയുടെ നമുക്ക് തരുന്ന വെറ്റിലയിൽ ഏതെങ്കിലും ഒരു വെറ്റില കീറൽ ഉണ്ടായിരുന്നാൽ ഈ അർത്ഥഹാനി ധനനഷ്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ 5ാം ഭാവത്തിലാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സന്താന മുഖാന്തരം അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാശ് ചിലവാക്കേണ്ടി വരും എന്ന് പറയാം. പിന്നെ 6ലാണ് ഈ പോട്ടലോ ചീറ്റലോ അല്ലെങ്കിൽ കീറലോ കണ്ടു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ട് കേസ് വഴക്കുകൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ അവര് ഒരു ആഭിചാരം ചെയ്ത് തിരിച്ച് നമ്മൾ മാറ്റാൻ പോയതിനോ അപ്പൊ ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ധനനഷ്ടങ്ങൾ ഈ രീതിയിൽ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ പ്രേതബാധയുടെ ലക്ഷണങ്ങൾ ഈ കീറലും പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെറ്റിലയിൽ പറയാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ ലക്ഷണങ്ങൾ നോക്കി പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ താമ്പൂലത്തിന്റെ അഗ്രഭാഗത്തെ നമ്മൾ ദ്രേക്കാണം 3 ദ്രേക്കാണമായിട്ട് ചിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാം താമ്പൂലത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഭാഗം ആ മേളിലുള്ള തുമ്പ് ഭാഗത്തിന്റെ അവിടെ ഈ പറഞ്ഞ പോലെ 1-ാം ദ്രേക്കാണം എന്ന് പറയും. ഇതിന്റെ മധ്യത്തില് 2-ാം ദ്രേക്കാണം എന്ന് പറയും. 3-ല് അതായത് മൂന്നായിട്ട് തിരിക്കണം. മൊത്തത്തിൽ വെറ്റിലെ 3ആയിട്ട് തിരിച്ചിട്ട് 1, 2, 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് 1, 2, 3 ദ്രേക്കാണങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതെന്ന് പറയുന്നത് മോഷണ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് ഒരു സാധനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ മോട്ടിച്ചുകൊണ്ട് പോയി. അപ്പൊ ആളിന്റെ
ആൾ ആരാണ്, ആള് എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നത്, ആളിന്റെ ആ സമയത്തെ ചേഷ്ടകൾ എന്തായിരുന്നു, നമ്മൾ നിൽക്കുന്ന സമയത്താണോ ഇരിക്കുന്ന സമയത്താണോ കിടക്കുന്ന സമയത്താണോ ഇത് നഷ്ടപ്പെട്ടത്, രാത്രിയാണോ പകലാണോ, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ താമ്പൂലം വെച്ച് തന്നെ എല്ലാം പറയാൻ പറ്റും. അപ്പൊ ദ്രേക്കാണ അധിപനെ കൊണ്ടിട്ട് അത് സ്ത്രീയാണോ പുരുഷനാണോ കുട്ടികളാണോ ഇത് എടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇത് മോട്ടിച്ചാൽ തന്നെ ഇത് നമ്മൾ വീട്ടിലാണോ ഉള്ളത്, അടുത്ത വീട്ടിലാണോ ഉള്ളത്, പിന്നെ അവര് ഇത് ഗ്രാമത്തിലാണോ, ഈ പറഞ്ഞ പോലെ കാട്ടിലാണോ, ജലസമീപമാണോ, ഇതൊക്കെ നമുക്ക് ആ ദ്രേക്കാണം കൊണ്ട് ഇതിനൊക്കെ പറയാൻ പറ്റും. പിന്നെ ഈ വെറ്റിലയുടെ വാമഭാഗം ഈ പറഞ്ഞ പോലെ ചന്ദ്രഹോര എന്ന് പറയാം. ഇടാനാളി, നമ്മളെ ഇട, പിങ്കള, സുഷ്മ എന്ന് പറഞ്ഞ 3 നാടികൾ നമുക്കുണ്ട്. അപ്പൊ വെറ്റിലയുടെ ഈ പറഞ്ഞ പോലെ ഇടതു ഭാഗത്തെ ചന്ദ്രഹോരയെന്നും വലതു ഭാഗത്തെ സൂര്യഹോരയെന്നും പറയും. അപ്പൊ നാടികൾ എടുക്കുമ്പോൾ ഇട, പിങ്കല എന്ന് പറയും. ഇടതുവശം ഇടയും വലതുവശം പിങ്കല നാഡിയും എന്നാണ്. ഭൂ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ നാഡി എന്ന് പറയും. ഈ നമ്മള് താമ്പൂലഗ്രേ നിവസതി രമ എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒരു പദ്യം പഠിച്ചു. അപ്പൊ അതിന്റെ ദേവതാ നിർണയം കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് പറയുന്ന വിഷയമാണ്. അപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ വലത് കണ്ണ് എന്ന് പറയുന്നത് സൂര്യനാഡി എന്നും ഇടത് കണ്ണ് ചന്ദ്രനാഡി എന്നും, ഇതിന്റെ ഭൂമധ്യത്തിൽ നമുക്കൊരു നേത്രമുണ്ട്, അതിനെ അഗ്നിനാഡി എന്ന് പറയും. അപ്പൊ അഗ്നിനാഡികൾ ഈ പറഞ്ഞ പോലെ നമ്മള് യോഗ ഈ പറഞ്ഞ പോലെ യോഗയൊക്കെ ചെയ്യുമ്പോൾ ധ്യാനിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ അഗ്നിനാഡിയെയാണ് ഉണർത്തേണ്ടത്. അപ്പൊ അവിടെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അപ്പൊ അത് ധ്യാനിക്കുമ്പോൾ മാത്രമാണ് നമ്മളെ മിഡില ഓംബ്ലാങ്കട്ടയിൽ നിന്നും അതിന് മാറ്റങ്ങൾ സംഭവിക്കുകയും നമുക്ക് ഈ പറഞ്ഞ പോലെ ദേവതാ ദർശനങ്ങളൊക്കെ വരുന്നത് ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ധ്യാനമാണ്. അപ്പൊ അത് കണ്ണടച്ചുകൊണ്ടുള്ള ധ്യാനിക്കുന്ന സമ്പ്രദായമുണ്ട്, കണ്ണ് തുറന്നുകൊണ്ടുള്ള ധ്യാന രീതികളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കേജരി വിദ്യ എന്നും ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ള വിദ്യയൊക്കെ അത് പേരുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസിന്റെ അവസാന ഭാഗങ്ങളിലൊക്കെ ചർച്ച ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ഒരു മന്ത്രം പറഞ്ഞ് സിദ്ധി വരുന്നതിനെക്കാട്ടി എളുപ്പമാണ് നയനദീക്ഷ എന്ന് പറയും. അപ്പം ഈ കണ്ണ് തുറന്നു കൊണ്ടുവരുന്ന ധ്യാനിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള ധ്യാന മുറകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സിന്റെ അവസാനം ചർച്ച ചെയ്യാം. അപ്പൊ സിദ്ധി വരുന്ന വഴികൾ നമ്മൾ ഒരുപാട് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു മന്ത്രം ഒന്ന് സിദ്ധി ആവണമെങ്കിൽ തന്നെ അക്ഷര ലക്ഷം ജപിക്കണമെന്നാണ്. ഇപ്പൊ ഒരു മന്ത്രം ഇപ്പൊ ഓം നമഃശിവായ 5 പഞ്ചാക്ഷരമാണ്. അപ്പൊ അത് 5 ലക്ഷം പ്രാവശ്യം ജപിക്കുകയും പിന്നെ അതിന്റെ 10ലൊന്ന് പിന്നെ തർപ്പിക്കുകയും ഹോമിക്കുകയും പിന്നെ അതിന്റെ 10ലൊന്ന് തർപ്പിക്കുകയും ഒക്കെ ചെയ്താണ് അതിന് സിദ്ധി വരുത്തുന്നത്. അപ്പം ഈ അങ്ങനെയുള്ള ഒരുപാട് ടൈം എടുത്താണ് ഒരു മന്ത്രം സിദ്ധിയാക്കുന്നത്. അപ്പൊ ഈ നയനദീക്ഷ എന്ന് പറഞ്ഞാൽ അത്രയും സമയം എടുക്കത്തില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ എഴുത്തച്ഛൻ പറയുന്ന പോലെ പച്ചക്കിളി പവിഴ പാൽ വർണ്ണം എന്ന് പറയുന്ന ഒരു പദ്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതില് ഒരു നാദം, നമ്മൾ ഏതെങ്കിലും ഒരു നാദത്തെ ഉപാസിക്കും. ആ നാദം നമ്മളെ ഉപാസന ചെയ്ത് വരുമ്പോൾ നാദം കിട്ടും. ചിലവർക്ക് നാദത്തിൽ കൂടെ നമുക്ക് ഉപാസിച്ച് പരമചൈതന്യത്തിൽ എത്താൻ പറ്റും. ചിലവർക്ക് ദീപമാണ്. നമ്മുടെ പുരിക മധ്യത്തില് ഒരു നീല കളറില് ഒരു പ്രകാശം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് വരികയും അതിങ്ങനെ ഡെവലപ്പായി ഈ പറഞ്ഞ പോലെ അതിൽ കൂടെ ധ്യാനിച്ച് നമുക്ക് മോക്ഷം കിട്ടാനുള്ള വഴികളുണ്ട്. അപ്പൊ അതിന്റെ തുടക്കത്തിൽ തന്നെ സിദ്ധികൾ കിട്ടിത്തുടങ്ങും. അപ്പൊ ഇതില് ദേവതകളെ കാണാനും സംസാരിക്കാനും നമ്മൾ പരസ്പരം സംസാരിക്കും പോലെ ദേവതകളുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന രീതികളാണ് അത് പറയുന്നത്. പക്ഷെ അത് ചിലവര് അത് ഭയന്ന് മുന്നോട്ട് പോകും. കാരണം നമ്മൾ അതിൽ പല പിന്നെ തടസ്സങ്ങളും നേരിടും. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും, വിശപ്പും ദാഹവും പെട്ടെന്ന് കുറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിദ്ധികൾ മുന്നോട്ട് കിട്ടത്തില്ല. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സിദ്ധികൾ പെട്ടെന്ന് കിട്ടാനും ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഫലത്തിൽ വരാനും ഒക്കെ സഹായിക്കുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് വേറൊരു വിഷയമാണ്, പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ ഇതില് ഈ പറഞ്ഞ പോലെ അന്തർവിഷ്ണു ബഹിർ ഉടുപതി, അതായത് വെറ്റിലയുടെ പിന്നെ ഉള്ളില് പിന്നെ അന്തർവിഷ്ണു എന്നാണ്. അല്ലാതെ കല്യാതി വിഷയങ്ങൾ, അതായത് നമ്മൾ വിഷയങ്ങളെ സൂക്ഷ്മമെന്നും സ്ഥൂലമെന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പം തന്വാദികളെന്നും കല്യാദികളെന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. കല്യാദികൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങളെയും അതായത് ശരീരത്തിന് ഉള്ളിലുള്ള ഭാവങ്ങളെയും, ബഹിർ എന്ന് പറഞ്ഞാൽ തന്വാദി ഭാഗ്യമായ അല്ലെങ്കിൽ സ്ഥൂലമായ കാര്യങ്ങളെയും ആണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഉടു എന്ന് പറയുമ്പോൾ 27 നക്ഷത്രങ്ങളെ കൊണ്ട് ആണ് ഇതിൽ ശാസ്ത്രം സൂചിപ്പിക്കുന്നത്. ഉടുപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നക്ഷത്രം കൊണ്ട് അധിപതിയായ ചന്ദ്രൻ അല്ലെങ്കിൽ നമ്മുടെ ജന്മരാശിയെയാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വിഷ്ണുവിനെ കൊണ്ട് പറയുന്നത് സ്ഥിതി, രക്ഷ,
അനുഗ്രഹം, ദേവതാനുഗ്രഹം ഒക്കെയാണ് വിഷ്ണുവിനെ കൊണ്ട് പറയുന്നത്. ശങ്കരൻ ശിവനെ കൊണ്ട് സംഹാരം, നാശം, പ്രളയം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. പിന്നെ അജൻ എന്ന് പറയുന്ന സൃഷ്ടി, ബ്രഹ്മാവ്, ജനനം, ഇതൊക്കെ നമ്മൾ വെറ്റിലയിൽ കാണേണ്ട ദേവതാ സ്ഥാനങ്ങളാണ്. പിന്നെ വെറ്റിലയുടെ കോണുകളില്, അതായത് കോണുകൾ കൊണ്ട് മൂലകാരണമെന്നും അത് ശനിയെ കൊണ്ട് പറയാം എന്നാണ്. ഒരു വിഷയത്തിന്റെ മൂലകാരണങ്ങൾ പറയുമ്പോൾ ശനിയുടെ സ്ഥാനം നോക്കിയിട്ടാണ് അത് എന്ത് ആണ് റീസൺ എന്ന് പറയുന്നത്. അത് മൂലകാരണം ശനിയെ കൊണ്ടാണ്. പിന്നെ ശുക്രൻ, അത് ദേവേന്ദ്രൻ, ഭരിക്കുന്ന ആള്, ഭരിക്കപ്പെടേണ്ട ആള്, ഭരിക്കാൻ നമ്മുടെ കീഴിൽ ഭരിക്കപ്പെടേണ്ടത്, ഇതെല്ലാം ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടും അത് ദേവതകളിൽ ദേവേന്ദ്രനാണ്. ആദിത്യനെ കൊണ്ട് ആത്മാവ്, പൈതൃകം ഇതിനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഉപരി, അതായത് വെറ്റിലയിൽ തന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ വരുന്നതാണ്. ബാഹ്യപ്രപഞ്ചം, അന്യമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനെയൊക്കെ ചിന്തിക്കേണ്ടതും ആ വെറ്റില കൊണ്ടാണ്. മദനം, ഭൗതിക സുഖങ്ങളും വിഷയസുഖങ്ങളും ഈ പറഞ്ഞ പോലെ മദനം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സർവതോ നാഗവല്ലി എന്ന് പറയുന്ന ശ്ലോകപ്രകാരം സ്ഥൂലം, സൂക്ഷ്മം, കാരണ വിഷയങ്ങള്, പിന്നെ കാല, ദേശ, നിമിത്താദികൾ ഇതൊക്കെ സർവ്വതോ എല്ലാം അടങ്ങിയിരിക്കുന്ന ആണ് താമ്പൂലത്തിന്റെ ഫലപ്രവചന രീതികൾ. പിന്നെ നാഹ എന്ന് പറഞ്ഞ സ്വർഗം അല്ലെങ്കിൽ സർപ്പജൈനത്തെ സൂചിപ്പിക്കുന്നു. വല്ലി എന്ന് പറഞ്ഞാൽ വേര്, തായ്വേര്, മൂലകാരണങ്ങൾ. ഇതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ ശ്ലോകത്തിന്റെ ഓരോ വരിക്കും അതിൻ്റെതായ പ്രത്യേക ഫലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. ഇനി ഒരു ഉദാഹരണം, നമ്മളിപ്പോ 12 ഭാവങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞ് വെറ്റിലയെ കൊണ്ട് ആ 12 ഭാവത്തിലും ഈ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം പറയുന്നതാണ്. വിശദമായിട്ടുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കും. ഇപ്പൊ ഒന്നാമത്തെ വെറ്റില നമ്മൾ എടുക്കുന്നു, അതായത് ഉച്ചയ്ക്ക് മുമ്പ് കൊണ്ടുവരികയാണെങ്കിൽ മുകളിൽ നിന്നും, ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുവരികയാണെങ്കിൽ താഴെ നിന്നുമാണ് വെറ്റില എടുക്കേണ്ട രീതി. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് ആണ് കൊണ്ടുവന്നെന്ന് ഉദ്ദേശിക്കുക. അപ്പം ഒന്നാമത്തെ വെറ്റില എടുത്തിട്ട് അതിന് വാട്ടമോ ഈ പറഞ്ഞ പോലെ പുഴുക്കുത്തോ അല്ലെങ്കിൽ ചെലന്തി വലയോ അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് പരിശോധിക്കണം. സ്ഥിരചക്രം, ചരചക്രം എന്ന് 2 ചക്രങ്ങളുണ്ട്. സ്ഥിരചക്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും ഒരു ചതുരാകൃതി സങ്കല്പിച്ച് നമ്മൾ അതിന്റെ നടുക്കായിട്ട് ഇരിക്കണം എന്ന് സങ്കല്പിക്കുക. അതിന് നമ്മുടെ മുന്നിലായിട്ട് മേടം, ഇടവം, മിഥുനം, പിന്നെ കർക്കിടകം എന്ന് പറഞ്ഞ 12 രാശികൾ നമ്മളെ ചുറ്റി നിൽക്കുന്നുണ്ട്. അത് സ്ഥിരചക്രമാണ്. ചരചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ മാസവും നമ്മളെ കിഴക്ക് ഉദിച്ചു വരുന്ന രാശികളെയാണ് ചരചക്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജനിക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് ആ കിഴക്ക് ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന രാശിയാണ് ഉദയരാശി. അപ്പൊ അതാണ് നമുക്ക് ലഗ്നം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രശ്നത്തില് സ്ഥിരരാശിയിൽ നമുക്ക് മേടം രാശി ആരൂഢമായിട്ട് കിട്ടുകയാണെങ്കിൽ, സ്ഥിരചക്രത്തില് നമുക്ക് മേടം രാശി ആരൂഢമായിട്ട് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരൂഢമായിട്ട് എടുത്ത് ഫലം പറയേണ്ടി വരുമ്പോൾ ഇത് വനസമീപമായ ഒരു രാശിയാണ് മേടം രാശി. അപ്പൊ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ വനസമീപമായിട്ടുള്ള കാര്യങ്ങളെ അവിടെ കൂടുതൽ നമുക്ക് ആഡ് ചെയ്ത് ഫലം പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. പിന്നെ ആൾ താമസം കുറഞ്ഞ ഗ്രാമമായിട്ട് ആ രാശിയെ പറയാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു വിഷയം വരുമ്പോൾ ഗ്രാമത്തിലാണെന്ന് പറയാം, അവിടെ ആളുകൾ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു ഈ സംഭവം നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ധാരാളം ധാതുക്കള്, രത്നങ്ങളൊക്കെ ലഭിക്കുന്ന പ്രദേശം, അപ്പൊ ഭൂമി സംബന്ധമായിട്ട് അത് ഇത്തിരി ഗുണമുള്ള ഒരു പ്രദേശമായിട്ടും പറയാം. ധനപരമായ അഭിവൃദ്ധിയെ നൽകുന്ന ഒരു സ്ഥലമാണെന്നും പറയാം. കൃഷിക്കാർക്ക് വിയർത്ത് അധ്വാനിച്ചാൽ പൊന്നു വിളയിക്കും. അപ്പൊ അതുകൊണ്ട് കൃഷിക്കാർക്ക് പെട്ടെന്ന് വെള്ളമോ അല്ലെങ്കിൽ ഫലദാന ശേഷിയോ ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് അധ്വാനിക്കേണ്ടി വരുന്ന സമയം, കുറച്ചുകൂടെ ശ്രമിക്കേണ്ടി വരും എന്നുള്ളതാണ്. എളുപ്പമല്ല മറ്റു രാശിയെ പോലെ മേടം രാശി ആരുടം കിട്ടിയാൽ കൃഷിക്കാർക്ക്. സമീപത്തായിട്ട് ഒരു കാവ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ മേടം രാശി ആരുടം ഇപ്പൊ ലഗ്നമായിട്ട് ഒരാൾക്ക് വന്നാൽ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു കാവ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് അവർക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അവരെ ഓർമ്മ കൊണ്ട് ചിലപ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അവർ സമ്മതിക്കും. കാരണം മേടം രാശി ആരുടം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു കാവ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ ഒരു അരുവിയുടെ ബന്ധം നമുക്ക് 1 കിലോമീറ്റർ ചുറ്റളവിനകത്ത് അവരെ വീട്ടിന്റെ അടുത്ത് ഒരു അരുവിയോ അല്ലെങ്കിൽ ഒരു ജലസ്രോതസ്സോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇതൊന്നും അവർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മൾ മേടം ലഗ്നക്കാരാണെങ്കിൽ ഇതൊക്കെ നമുക്കൊന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ 4ാം ഭാവവുമായിട്ട് ഈ മേടം രാശിക്ക് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ജനിച്ച വീട്ടിന്റെ പ്രദേശത്തൊക്കെ ഈ ഒരു ലക്ഷണം ഉണ്ടാവും. അത് നിങ്ങൾ സ്വന്തം ജാതകം എടുത്ത് വെച്ചൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ വെട്ടുകല്ല്, കുറ്റിക്കാട് തുടങ്ങിയവ നമുക്ക് ഈ മേടം രാശി കൊണ്ട് പറയാൻ പറ്റും. കല്ലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വെട്ടുകല്ല്, ഇപ്പം താബൂക്കാണ് വീടിനൊക്കെ പണിയെടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ചില പ്രദേശങ്ങളിൽ വെട്ടുകല്ലാണ്. അപ്പം നമ്മുടെ വീട്ടിന്റെ ആ കല്ലിനെ വരെ നമുക്ക് ഇതിൽ ചിന്തിക്കാൻ പറ്റും ആ രാശി കൊണ്ട്.
പിന്നെ ആടാണ് മേടൻ രാശിയുടെ എംബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ആട് മേയുന്നതിന് അനുയോജ്യമായ ചെറിയ ചെറിയ കുറ്റിക്കാടൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് മേടൻ രാശിയായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലം വാങ്ങാൻ നമ്മൾ സമീപിച്ചു, ആ സ്ഥലം കൊള്ളാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന രാശി മേടൻ രാശിയാണ് കിട്ടുകയാണെങ്കിൽ അപ്പൊ അവിടെ കാട് പിടിച്ചിപ്പം കിടക്കുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും. വലിയ കാടല്ല, വനമല്ല, ഈ പറഞ്ഞ പോലെ ചെറിയ കുറ്റിക്കാട്. അതായത് ഒരു ആടിന് നിന്ന് മേയാൻ പറ്റുന്ന തരത്തിൽ ചെറിയ ചെറിയ പുല്ലുകൾ മുളച്ചിരിക്കുന്ന ഒരു പ്രദേശമൊന്നും അതിന്റെ അടുത്തൊരു ചെറിയ കാവോ അല്ലെങ്കിൽ ഒരു ജലബന്ധമോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ആ വസ്തുവിന്റെ കിടപ്പ് നമ്മൾ പറയുമ്പോൾ വസ്തുവിന്റെ കിഴക്ക് വശം കുറച്ച് താഴ്ന്നും പടിഞ്ഞാറ് വശം ഉയർന്ന ഭൂമിയാണെന്ന് പറയാം. മേടൻ രാശി കിട്ടുമ്പോൾ അത് വാസ്തുവും കൂടെ ഇതിൽ ഉൾക്കൊണ്ട് വരികയാണ്. അപ്പൊ കിഴക്ക് ഭാഗം താന്നും പടിഞ്ഞാറ് ഭാഗം ഉയർന്ന വസ്തുവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സമീപത്ത് കൂടി ഒരു പൊതുവഴി മേടൻ രാശി കിട്ടുമ്പോൾ ഓരോ രാശിക്ക് ഇതേപോലെ പ്രത്യേക ഫലങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയും. പിന്നെ ഇതിപ്പോ മേടൻ രാശി മാത്രമാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. സമീപത്ത് കൂടി ഒരു പൊതുവഴി അല്ലെങ്കിൽ ഈ വസ്തുവിൽ കൂടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ അടുത്ത് കൂടെ ഒരു പൊതുവഴി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പൊതുവഴി റോഡാവാം അല്ലെങ്കിൽ നടപ്പാതയാവാം. അപ്പൊ എന്തായാലും വഴി അരികിൽ ആണ് എന്ന് പറയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ആരാധനാലയമുണ്ട്. ഇപ്പൊ നമ്മള് ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ക്ഷേത്രം എന്ന് പറയാം, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ പള്ളി എന്ന് പറയാം, ക്രിസ്ത്യാനികളാണെങ്കിൽ മോസ്ക് എന്ന് പറയാം. ഒരു ആരാധനാലയം എന്ന് പറഞ്ഞാൽ തെറ്റത്തില്ല. അപ്പോ ഈ പറഞ്ഞ പോലെ അവിടെ ചുറ്റി താമസിക്കുന്നവരുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്ക് അതിന് മാറ്റാം. ഒരു ആരാധന എന്ന് പറഞ്ഞാൽ ഏതോ ആവാമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഞെട്ടിക്കുന്ന ഫലം അവർക്ക് പറയാൻ പറ്റും. പിന്നെ മേടൻ രാശി കൊണ്ട് നമ്മൾ പറയുന്നത് വൃത്താതാമ്ര ദൃകൃഷ്ണ ശാഖലഘു ക്ഷിപ്രപ്രസാദോ അടന കാമി ദുർബലജാനു അസ്ഥിരധന സേവാജ്ഞ ഗുണകി വൃണാങ്കിതോശിര മാനി സഹോദാഗ്രജ ശക്തിരേഖ. ഈ മേടൻ രാശി കൊണ്ട് ഈ ആൾക്കാരുടെ സ്വഭാവം പറയുമ്പോൾ അവര് ഭക്ഷണമൊക്കെ കുറേശ്ശെ കഴിക്കുന്നവരാണെന്ന് പറയാൻ പറ്റും. ആട് നമ്മൾ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പിന്നെ ചൂട് കൂടി ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പിന്നെ പെട്ടെന്ന് പ്രസാദിക്കുന്നവരായിരിക്കും. അതൊക്കെ നമുക്ക് ചൊവ്വയുടെ കാരകത്വങ്ങളും ആടിന്റെ സ്വഭാവമൊക്കെ ആ മേടൻ രാശിക്ക് നമുക്ക് ആ രാശിയിൽ ജനിച്ചവരെ ഫലങ്ങൾ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒന്നാമത്തെ വെറ്റില കൊണ്ട് കൂടുതൽ ചിന്തിക്കേണ്ടത് ദേഹസ്യ സൗഷ്ഠവം സ്വസ്ഥ്യം സ്ഥിതിസ്ത്രയോ ഐശസ്തുതം ജയോ വവിച്ച തൽ സർവം ചിന്തനീയം വിലഗ്നത. അപ്പൊ ഒന്നാമത്തെ വെറ്റില കൊണ്ട് ഒരാളിന്റെ ദേഹത്തിന്റെ സൗരഭ്യവും ഭംഗിയും ആരോഗ്യവും അവരുടെ ഇപ്പോഴത്തെ സുഖമാണോ മോശമാണോ എന്നുള്ള അവസ്ഥയും ഇതൊക്കെ നമുക്ക് ഒന്നാമത്തെ വെറ്റിലയിൽ പറയാൻ പറ്റും. അവിടെ ശുഭഗ്രഹങ്ങളിൽ നിന്ന് പാവയിലഗ്നകഥയെ പരാജയക ശിരോരു ദുഃഖ ദുഷ്കീർത്തേക സ്ഥാനപ്രംശ ധനക്ഷയാകില ശരീരാസ്വാസ്ഥിത. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അതൊക്കെ നമുക്ക് വെറ്റിലയിൽ നോക്കിയിട്ട് പറയാൻ പറ്റും. അവർക്ക് സുഖമാണോ, അവർക്ക് പരാജയമാണോ, ഉയർച്ചയാണോ എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒന്നാമത്തെ വെറ്റിലയിൽ തന്നെ നമുക്ക് ലക്ഷണങ്ങൾ കിട്ടി അവരെ ഞെട്ടിക്കുന്ന ഫലങ്ങൾ പറയാൻ പറ്റും എന്നുള്ളത് പിന്നെ പറയുന്നു. നമുക്ക് വിശദമായിട്ടുള്ള പഠനങ്ങൾ പിന്നെ നോട്ട് എഴുതിയുള്ള പഠനങ്ങളൊക്കെ ഇപ്പൊ എല്ലാം നിങ്ങൾ നോട്ട് എഴുതിയില്ല, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നോട്ട് എഴുതി തന്നെ പഠിക്കണം. അപ്പൊ അതൊക്കെ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഒന്ന് സ്ലോ ആയി, ഇപ്പൊ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയി എങ്കിലും സ്ലോ ആയിട്ട് ഓരോ കാര്യം നിങ്ങൾ മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി അത് എഴുതി പോവാം. പിന്നെ നോട്ട് നമ്മൾ PDF ആയിട്ട് പിന്നീട് തരും. അപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഈ ആരൂഢം എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നോടൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ കൊള്ളാം. ആരൂഢം നമ്മൾ തരുന്ന വെറ്റില അനുസരിച്ചിട്ട് അതിനൊരു ഗണിതമുണ്ട്. ആരൂഢം കാണേണ്ട താമ്പൂല സംഖ്യാം ദിഗണ എന്ന് പറഞ്ഞിട്ട് ഒരു ഗണിതമുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആദ്യം അത് തന്നെ പഠിപ്പിക്കും. കാരണം നമുക്ക് ആരൂഢം എടുത്താൽ മാത്രമേ അങ്ങോട്ട് പറയാൻ പറ്റത്തുള്ളൂ ഫലം. അപ്പൊ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇതിൽ എഴുതി കാണിച്ച് തന്നെ പഠിപ്പിക്കും. വേറെന്താ? നമ്മുടെ സാധാ ജ്യോതിഷത്തിലെ ശ്ലോകങ്ങളൊക്കെ തന്നെയാണല്ലോ സാറേ കൂടുതലും വരുന്നത്. നമുക്ക് ഇത് ഒരു ബുക്കായിട്ട് നമുക്ക് പറയാനില്ല. പല ബുക്കിൽ കിടക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഒത്ത് കണക്കി, അതായത് നമുക്ക് ഇപ്പം ജ്യോതിഷം ഹോര കംപ്ലീറ്റ് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പ്രശ്നമാർഗം കംപ്ലീറ്റ് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന് നമ്മൾ കുറച്ച് ശ്ലോകങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫലം പറയാൻ പറ്റും. അപ്പൊ ആ ശ്ലോകങ്ങളെല്ലാം നമ്മൾ ഇതിൽ പറയും. അപ്പൊ ഈ ശ്ലോകങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ കാണാതെ പഠിച്ചതെന്ന് വരാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരാളിന് പറഞ്ഞു കൊടുക്കേണ്ട എന്തായാലും നമുക്ക് പറയാൻ പറ്റും.
പിന്നെ വേറെ സാർ, നമ്മൾ ഈ സരളപ്രജ്ഞ കപടപ്രജ്ഞ എന്ന് പറയുന്നില്ലേ, അതില് നമ്മൾ രാവിലെ നോക്കുമ്പം നമുക്കതൊരു കപടപ്രജ്ഞയായി തോന്നുകയാണെങ്കിൽ അന്ന് നോക്കാതിരുന്നാ പോരെ? അങ്ങനെ ആവാം. ആ, അപ്പൊ അന്ന് നമുക്ക് നമ്മൾ നേരത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെ അതെ, ശരി ശരി. അതായത് ആരെങ്കിലും ഇപ്പൊ 5 പേര് വരികയാണെങ്കിൽ അതിൽ ഒരാളെങ്കിലും കയറി നമ്മളുമായിട്ട് റേസ് ആവും. ഓ, മനസ്സിലായി. പക്ഷെ ഇതൊന്നും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ആരും രാവിലെ ആയിട്ടൊന്നും ശ്രദ്ധിക്കില്ല. അതെ അതെ അതെ, ഓക്കെ ഓക്കെ, മനസ്സിലായി. നമസ്തേ. അപ്പൊ നമ്മൾ രാവിലെ നമ്മുടെ അന്നത്തെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അത് നമുക്ക് പഞ്ചാംഗം ഉണ്ട് സാറേ. പഞ്ചാംഗത്തില് അത് എങ്ങനെ നോക്കണമെന്നും തിഥി ഒരു ദിവസം എത്ര നാഴിക വരെ ഉണ്ടാവുമെന്നും അതൊക്കെ നമ്മൾ പഠിപ്പിക്കും, വിശദമായിട്ട് പഠിപ്പിക്കും. അപ്പൊ അതൊക്കെ നമുക്കൊരു പഞ്ചാംഗം എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ആഴ്ച, തിഥി, നക്ഷത്രം, കരണം, നിത്യയോഗം, അപ്പൊ ഇത് ഓരോന്നിനും ഫലങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ തിഥി വെച്ചിട്ട് അത് നമുക്ക് ആ ലിസ്റ്റായിട്ട് നമ്മൾ നോട്ടായിട്ട് തരും. ആ നോട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഒറ്റ നോട്ടം തന്നെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ്, ഇന്ന് വരുന്നവരെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് നേരത്തെ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫലം പറയാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഞെട്ടിക്കുന്ന ഫലങ്ങൾ ഈ താമ്പൂലത്തിന് കൂടെ കിട്ടുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് പറഞ്ഞാൽ മതി. ഓ, വേറെന്താ? ഈ ശ്ലോകങ്ങള് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുക്കുന്നതെന്ന് അതിന്റെ നമ്പർ പറഞ്ഞു. ശ്ലോകങ്ങള് പ്രധാനമായിട്ട് പ്രശ്നമാർഗം, പിന്നെ ഹോര, പിന്നെ പ്രശ്ന കൗതുകം, പ്രശ്നദീപം, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് സാർ എടുക്കുന്നത്. ഒന്നിലായിട്ട് ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ലേ. അല്ല, അപ്പൊ അത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുക്കുന്ന നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് നോട്ട് ചെയ്ത് എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ആയിക്കോട്ടെ പറഞ്ഞു. ആയിക്കോട്ടെ. വേറെന്താ? കാരണം ഇതിൽ പഠിക്കുന്നവർക്ക് ആർക്കും ഒരു സംശയവും പിന്നെ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ അതേ അന്നുള്ള ക്ലാസ്സുകളുടെ സംശയം തീർത്ത് തന്നെ പോകണം. അപ്പം ഈ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്നും മനസ്സിലായില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ലെന്നോ ഒരാൾ പോലും പറയാൻ പാടില്ല. അപ്പൊ ആ രീതിയിൽ ക്ലിയർ ചെയ്ത് നമ്മൾ പോകും. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കും. ഇന്ന് കഴിഞ്ഞ ക്ലാസ് നമുക്ക് ഇതിനകത്ത് ഗ്രൂപ്പിൽ ഇടുവോ ഒന്നുകൂടെ? അത് ലാൽ സാറാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും. സാറിന് അവിടെ നെറ്റ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും സാർ അത് മാക്സിമം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ക്ലാസ് കഴിഞ്ഞിട്ട് ഇട്ട് തരും. ഓക്കെ ഓക്കെ, ശരി. അത് എല്ലാ ക്ലാസ്സും സാർ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു പ്രാവശ്യം ഒരാൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ആ ക്ലാസ് മിസ്സാവൂല. ഈ വീഡിയോ കണ്ടിട്ട് ആ ക്ലാസ് നമുക്ക് കിട്ടും. അപ്പൊ അതൊന്നും വിഷമിക്കണ്ട. ഓക്കെ, താങ്ക് യു സാർ. സാർ, ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കൂടി ചോദിക്കുകയാണ് എന്താണ് വരേണ്ടതെന്ന്. അപ്പോൾ നമ്മളെ അതെങ്ങനെ പറയും? നമുക്ക് നല്ലൊരു ദിവസം നോക്കി പറഞ്ഞു. സാറ് അങ്ങനെ ഒരാൾ വിളിക്കുകയാണെങ്കിൽ ആ വിളിക്കുന്ന സമയമാണ് അവരെ പൃച്ഛാ സമയം, ദൈവജ്ഞേന സമാഗീതേന സമയം. അതായത് ഇപ്പം പണ്ട് ഈ പറഞ്ഞ പോലെ വിളിയില്ലല്ലോ. ഒരാള് ദൂതനായിട്ടാണെങ്കിൽ പോലും ഒരാൾ വന്ന് നമ്മളെ ക്ഷണിക്കുന്ന സമയമാണ്. ഇപ്പം കാലം മാറിയത് കൊണ്ട് നമ്മള് ആ വിളിക്കുന്ന സമയത്ത് ആരൂടെ എടുത്തിട്ടാണ് അവരെ ഫലങ്ങൾ നോക്കി വെക്കാൻ. അപ്പോൾ അവരിനി പിന്നെ ആ വിളിക്കുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോ വന്നാലും ഫലം ആ വിളിക്കുന്ന സമയത്തെ ഫലമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതില് ആ വിളിക്കുന്ന സമയത്ത് അവരെ ശുഭമായാലും അശുഭമായാലും ആ വിഷയങ്ങളെല്ലാം എന്റെ ഉത്തരം അതിലുണ്ടാവും. ശരിയാണ്. ഓക്കെ. സാറേ, ഇതില് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രമാണങ്ങളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് PDF ആയിട്ട് അയച്ചു തരില്ലേ സാറേ? തീർച്ചയായിട്ടും. അത് അവസാനം അല്ലാതെ ഇത്തിരി നേരത്തെ നമുക്ക് അയച്ചു തരാൻ പറ്റില്ലേ സാറേ? എങ്ങനെയാണ്? അതായത് നമ്മുടെ ക്ലാസ്സിന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞല്ലേ അയച്ചു തരുന്നത്? PDF ക്ലാസ്സിന് ലാസ്റ്റ് അല്ല സാറേ. ഇപ്പൊ നമ്മൾ നോട്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സുകൾ മുതൽ ഈ പറഞ്ഞ നോട്ടുകൾ കിട്ടി തുടങ്ങും. ഇത് ടൈപ്പ് ചെയ്തെടുക്കുന്നതല്ലേ? അതെ അതെ. അപ്പൊ ഓരോ ക്ലാസ്സിന്റെ നോട്ടുകളും സാറ് ടൈപ്പ് ചെയ്തെടുക്കാൻ ഒരു സമയം എടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നോട്ട് ചെയ്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ PDF കൂടെ പിന്നെ വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ക്ലാസ് കഴിഞ്ഞ് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞായിരിക്കും ആ നോട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടച്ച് പോകും.
ടച്ച് പോകും അതാ. അപ്പൊ അതുകൊണ്ടാണ് അന്നന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഈ നോട്ടുകളൊന്നും റഫായിട്ടെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ പറയണത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അതും കൂടെ വായിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അത്. ഓക്കെ ഓക്കെ. ശ്ലോകങ്ങള് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ സാറേ. ഇട്ടുകൊടുക്കും. ഇന്ന് ആദ്യം പറഞ്ഞ ശ്ലോകങ്ങളെല്ലാം ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മറ്റു സംശയം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പോ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ് അടുത്ത തിങ്കളാഴ്ച. അടുത്ത തിങ്കളാഴ്ച. ഓക്കെ, താങ്ക് യു സർ. 11-ാം തീയതി 8:30 കേട്ടോ. ഓക്കെ സാർ. അന്നും വൈകുന്നേരം അരമണിക്കൂർ ഉണ്ടാവുള്ളൂ. അല്ല, 1 മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ. ഇപ്പൊ 1 മണിക്കൂർ, ഇന്നൊരു മണിക്കൂർ ഉണ്ടായിരുന്നു. ഇല്ല, അതെ അതെ, ഇനിയുള്ള ക്ലാസ് എല്ലാം 1 മണിക്കൂർ ഉണ്ടാകും. എല്ലാരും കൃത്യസമയത്ത് തന്നെ വരിക. ശരി ശരി. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ.